കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ്. ആദിത്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 മിഥുനമാസം 32-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 16-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം. ഈ കർക്കിടക രവി സംക്രമമാണ് സൂര്യൻ്റെ കർക്കിടക രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത്. രാമായണ മാസാരംഭമാണ്. പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും. രാമായണത്തെ, വാൽമീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു. അപ്രകാരം തന്നെ കമ്പരാമായണം, ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട്. രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവമുള്ള നീക്കമായിരുന്നു വാൽമീകി തൻ്റെ ശ്ലോകാരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. യാവസ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം, അനന്തകാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് കവിയുടെ ആത്മധൈര്യമാകുന്നു. തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ്, അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും. പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ 4 ശ്ലോകത്തിൽ, ഒരൊറ്റ ശ്ലോകത്തിൽ ഏകശ്ലോകി രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കർത്തൃത്വമാരെന്ന് നമുക്കറിയില്ല. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ മഥനം ഏതദ്ധി രാമായണം. ഇതാകുന്നു രാമായണത്തിൻ്റെ അന്തസത്ത. ഏതായാലും ഈ രാമായണ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കർക്കിടക മാസം. ഇത് കർക്കിടക മാസം 32ഓളം ദിനങ്ങൾ സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. അതാണ് കർക്കിടക മാസം. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല. കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ല ഒരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശേച്ച് സംയുജ്യത. തീഷ്ണ, അദ്ദേഹം ആ ആദിത്യൻ്റെ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ. ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല. ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വമില്ലാത്തവൻ, ധനമില്ലാത്തവൻ ദരിദ്രനാണ്. പരകാര്യകൃത്, പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത്. അന്യന് വേണ്ടി ജോലി ചെയ്യുക, അന്യനെ സേവിക്കുക. അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രമവധ ക്ലേശഹി സംയുജ്യതേ. ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി. ശ്രമവധ, വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും. പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും.
കുറ്റവാസന, കുറ്റരതി, പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ പാപഗ്രഹമാണെങ്കിലും സാത്വിക ഗ്രഹത്തിലാണ് അദ്ദേഹത്തെ പെടുത്തിയിരിക്കുന്നത്. ഈ സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ പാപരതിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സൂര്യനും ചൊവ്വയും 6, 3, 9 ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട്. അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവാശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവർ കർക്കിടക രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഒരു നല്ല ശുഭഫലത്തെ പ്രദാനം ചെയ്യില്ല. കാരണം സൂര്യൻ കർക്കിടക രാശിക്കാർക്ക് അവരുടെ മാരകസ്ഥാനമാകുന്നു. ദ്വിതീയം സപ്തമസ്ഥാനൻ്റെ മാരകസ്ഥാനം ഉച്ചത് 2, 7 ഭാവങ്ങൾ മാരകസ്ഥാനമെന്ന് പറയുന്നു. ഈ മാരക സ്ഥാനാധിപത്യം വഹിച്ച സൂര്യൻ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. പാപയ ലഗ്നത്തെ പരാജയ ശിരോരുഖ്, ലഗ്നത്തിൽ പാപഗ്രഹം വരുമ്പോൾ പരാജയമുണ്ടാകുന്നു. ശിരോരുഖ്, ശിരസ്സും നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ദുഃഖ ദുഷ്കീർത്തിയ, തനിക്ക് പേരുദോഷമുണ്ടാകും, ദുഃഖിക്കേണ്ടി വരും. വ്യാധ്യാദീനി ഇതരക്രിയാഭിഗമനം, രോഗാദി അരിഷ്ടതകൾ വരും. സൂര്യൻ പിത്തകാരകനാണ്. പിത്തസംബന്ധമായ പനി, ഈ സമയത്തുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന രോഗങ്ങൾ ശാരീരികമായി വളരെയധികം ബാധിക്കും കർക്കിടകൻ രാശിക്കാർക്ക്. ഇതര ക്രിയാഭിഗമനം, ജോലി മാറാൻ ശ്രമിക്കുക, ഒരു സങ്കേതത്തിൽ നിന്നും മറ്റൊരു സങ്കേതത്തിലേക്ക് മാറിപ്പോവുക. സ്ഥാനച്യുതിയും, തൻ്റെ സ്ഥാനത്തിന് ച്യുതി, നാശം വരിക, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുക, ആപത്തുകൾ ഉണ്ടാവുക. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലെ ഫലം അത്ര നല്ലതല്ല. സ്വതവേ കർക്കിടക രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. അന്യമതസ്ഥരായ ആളുകളെ കൊണ്ട്, ഓഫീസറെ കൊണ്ട്, ഉദ്യോഗസ്ഥരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു മാസക്കാലം ഉദാഹരണമായി കർക്കിടകം ജലരാശിയാണ്. ഹോട്ടലിൽ നടത്തുന്ന വ്യക്തികൾക്കൊക്കെ ഫുഡ് ഇൻസ്പെക്ടേഴ്സ്, ഭക്ഷ്യവിഭാഗം വന്ന് സുരക്ഷ പരിശോധനമാക്കുക, വലിയ ഫൈനിടുക, തൻ്റെ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും കർക്കിടകം രാശിക്കാർക്ക്. അതിനാൽ ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ മാത്രം തന്നെ വ്യാപാരങ്ങളൊക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തനിക്ക് പിഴ മുതലായവ അടയ്ക്കേണ്ടി വരും. പലപ്പോഴും തൻ്റെ വാശി തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക കർക്കിടകം രാശിക്കാർ. ഇവിടെ ശൂരസ്തബ്ധോ വിഗ്രനയനോ നിർഗൃണോർക്കെ തനുസ്ഥേ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ശൂരനാകും, വളരെയധികം അനാവശ്യമായ ശൂരത പ്രകടിപ്പിക്കും. സ്തബ്ധ, ചില പ്രത്യേക ഘട്ടം വരുമ്പോൾ സ്തബ്ധനായിപ്പോവും, ജീവിതത്തിൽ പകച്ചു നിന്നു പോകുന്നു. വികലനയന, കണ്ണുകൾക്ക് വൈകല്യമുണ്ടാകും. ഇങ്ങനെയൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. തനുസ്തോരവിസ് തുങ്ക യഷ്ടിം വിധത്തെ, ഒരു വലിയ വടി പോലെ ഉണ്ടാകും, വടി പോലെ ആചരിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിടെ വടി ഒരുപക്ഷെ സ്ഥാനമാനങ്ങളെ സൂചിപ്പിക്കുന്നു. പക്ഷേ സൂര്യൻ ബലവാനായിരിക്കണം. ഇവിടെ മേടത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ഉച്ചരാശിയാണ്. അത് ഉയർന്ന ഒരു ദണ്ഡിനെ, തൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. അപ്രകാരം തന്നെ ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ ചിങ്ങം 20-ാം തീയതി വരെ മൂലക്ഷേത്ര ബലവാനാണ്. അദ്ദേഹം തൻ്റെ പ്രതാപം, പവർ, അത് ഉയർന്ന വടിയാണ്. മറ്റെല്ലാ രാശികളിലും ശാരീരികമായ വൈഷമ്യങ്ങളെ കാണിക്കുന്നുണ്ട്. സൂര്യൻ മൂലാധാരമാണ്. തൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക, വടി പിടിക്കേണ്ടി വരുന്ന അവസ്ഥ വരിക. അതാണ് തനുസ്തോരവിസ് തുങ്കയഷ്ടിം വിധത്തെ. മനസ്സന്തവേ ധാരദായാതവർഗാൽ, ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തവിക്കും, ചുട്ടുപൊള്ളും തൻ്റെ ഭാര്യ, തൻ്റെ ബന്ധുക്കളെ ചിന്തിച്ചിട്ട്. അതിന് കാരണം എന്താണ്? ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 7-ാം ഭാവം ദാമ്പത്യമാണ്. പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. ഭാര്യ വീട്ടുകാരൊക്കെ സജീവമായി തനിക്കെതിരെ തിരിയുന്ന അവസ്ഥ വരും. അത് മാനസിക പ്രയാസം ഉണ്ടാക്കും. വപുപീഡിതേ വാദപിത്തേന നിത്യം, ഇദ്ദേഹം വാതരോഗം കൊണ്ടും പിത്തരോഗം കൊണ്ടും, അതാണ് പനിയൊക്കെ ഉണ്ടാവുക. പിത്തമാണ് കൂടിയാലാണ് സർജറി, പനി, ഹൃദയസ്തംഭനം ഇതൊക്കെ ഉണ്ടാവുക. അതിനാൽ വാദത്താലും പിത്തത്താലും ഇദ്ദേഹം ബുദ്ധിമുട്ടും. സവൈ പര്യടൻ, അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഹ്രാസവൃദ്ധി പ്രയാതി, ആ സഞ്ചാരത്തിൽ ഹ്രാസം, നാശം, താഴ്ച, വൃദ്ധി, അഭിവൃദ്ധി ഉണ്ടാകും. ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. പക്ഷേ കർക്കിടക മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട
കർക്കിടക രാശി പ്രേക്ഷകർ ദയവ് ചെയ്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, യാത്രയും സാവധാനമാക്കുക, ശ്രദ്ധിച്ച് നീങ്ങുക, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന തത്വം, പ്രപഞ്ച തത്വം മനസ്സിലാക്കുക. ഇവിടെയും നിർബന്ധമായും വഴിപാടുകൾ ചെയ്യണം. കർക്കിടക രാശിക്കാർ നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ കറുകഹോമം, ജലധാര, കൂവളമാല ചെയ്യണം. ചെറിയ കുട്ടികൾക്കാണ് കറുകഹോമം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കറുകഹോമം ചെയ്യുക. 12 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല വളരെ അനുകൂലമാണ്. മന്ത്രം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം, അപ്രകാരം തന്നെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.